ഹായ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ലിനക്സ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ലിനക്സിൻ്റെ ബേസിക് കമാൻഡ്സ് ഒക്കെ പഠിച്ച് സെറ്റാക്കി ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ലിനക്സിൻ്റെ വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് കവർ ചെയ്യാൻ പോകുന്നത്? ഈ വീഡിയോയിൽ നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിനക്സിൻ്റെ ഒരു ഫയൽ സിസ്റ്റം ഹയറാർക്കി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഫയൽ സിസ്റ്റം ഹയറാർക്കി സ്റ്റാൻഡേർഡ് എന്ന് പറയും, FHS. പിന്നെ അതേപോലെ അതിനകത്തുള്ള ഫോൾഡേഴ്സ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഓരോത്തിൻ്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പിന്നെ അതേപോലെ കുറച്ചുകൂടെ ഡിഫറെൻറ്റ് കമാൻഡുകൾ തന്നെ നോക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കമാൻഡുകളാണ്. അതേപോലുള്ള മറ്റു ചില കമാൻഡുകളെ കൂടെ നോക്കുക, അതിൻ്റെ കോൺസെപ്റ്റുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക. ഇങ്ങനെയുള്ള ജനറിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതേപോലെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞാൽ ലിനക്സ് സിസ്റ്റത്തിലോട്ട് എങ്ങനെയാണ് ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാര്യം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലിനക്സിൻ്റെ ഫയൽ സിസ്റ്റം ഹെറാർക്കി അല്ലെങ്കിൽ ഫയൽ സിസ്റ്റം ഹെറാർക്കി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ FHS എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഇത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനുള്ളതാണ് ഈ പറയുന്ന ഫയൽ സിസ്റ്റം ഹെറാർക്കി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ FHS എന്ന് പറയുന്നത്. ഇപ്പോൾ വിൻഡോസിനുണ്ട്, മാക്കിനുണ്ട്, ലിനക്സ് ഉണ്ട്. അപ്പോൾ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ലിനക്സിനകത്ത് എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുകയാണ്. സോ ഇവിടെ നമ്മളുടെ ഫയൽ എക്സ്പ്ലോററിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോറർ ഇവിടെ ഉണ്ട്. ഇതിൽ കമ്പ്യൂട്ടർ, നമ്മളുടെ ഹാർഡ് ഡിസ്ക്, ഫയൽ സിസ്റ്റം കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഫയൽ സിസ്റ്റം ഫോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഫയൽ സിസ്റ്റത്തിനകത്ത് നമുക്കിപ്പോൾ ഏകദേശം കുറേ ഫോൾഡേഴ്സാണ്, 18ഓളം ഫോൾഡറുകൾ ഇവിടെ അവൈലബിൾ ആണ്. 18ഓളം ഫോൾഡറുകൾ അല്ലെങ്കിൽ ലിനക്സിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറീസ്. ഈ 18 ഡയറക്ടറീസിനും ഓരോ പർപ്പസുകളുണ്ട്. ഓരോന്നും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓരോന്നിനും അതിൻ്റേതായ ഒരു നീഡുണ്ട്, അല്ലെങ്കിൽ അത് അവിടെ ക്രിയേറ്റ് ചെയ്തതിന് ഒരു പർപ്പസ് ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ക്രിയേറ്റ് ആവുന്ന ഇത് ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് ക്രിയേറ്റഡ് ആവുകയാണ് ചെയ്യും. ഇത് തന്നെ നമുക്ക് ഇതിന് എത്ര സ്പേസ് കൊടുക്കണം എന്നൊക്കെ നമുക്ക് ഇൻസ്റ്റാളേഷൻ സമയത്ത് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷെ നോർമലി അത് ഓട്ടോമാറ്റിക്കലി ആവുകയാണ് പതിവ്. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും പർപ്പസ് നമുക്ക് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക എന്നുള്ളതല്ല, ഇതിൽ മേജറായിട്ടുള്ള അതിൻ്റെ നോക്കുക. ഇതിൻ്റെ ഒന്ന് എന്ന് പറയുന്നത് ആദ്യത്തേത് നമ്മളുടെ ഈ ബൂട്ട് എന്ന് പറയുന്ന ഡയറക്ടർ നോക്കുക. ഈ ബൂട്ട് എന്ന ഡയറക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റം ഓണായി വരുന്ന സമയത്ത്, നമ്മളുടെ സിസ്റ്റം കമ്പ്യൂട്ടർ നമ്മൾ ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ടേൺ ഓൺ ചെയ്തത് മുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നത് വരെയുള്ള ഒരു പ്രോസസ്സുണ്ട്. അതായത് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, റൈറ്റ്? പക്ഷേ ആ സിസ്റ്റം ഓൺ ആവുന്ന മുതൽ ആ സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നത് വരെയുള്ള ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിനാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബൂട്ടിംഗ് പ്രോസസ്സിനകത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അവിടെ ഏതൊക്കെ ഫയലുകൾ ഉപയോഗിക്കണം എന്ന് ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ സ്റ്റോർ ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഫിഗറേഷൻസ് സ്റ്റോർ ചെയ്യുന്നതും ഈ പർട്ടിക്കുലർ ഡയറക്ടറിക്കകത്താണ്, ബൂട്ട് എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്താണ്. അതേപോലെ മറ്റൊരു ഡയറക്ടറി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ETC ഡയറക്ടറി. ETC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ETC ഡയറക്ടറിക്കകത്താണ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺഫിഗറേഷൻ ഫയലുകൾ സിസ്റ്റത്തിൻ്റെ ഏറ്റവും സ്റ്റോർ ചെയ്തത്. അതായത് സിസ്റ്റം വൈഡ് ആയിട്ടുള്ള കാലി ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഫയലുകളെല്ലാം ETC ഡയറക്ടറിക്കകത്താണ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ETC ഡയറക്ടറിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയലാണ് ETC പാസ്വേഡ് എന്ന് പറയുന്നത്, ETC ഷാഡോ എന്ന് പറയുന്ന ഫയലുകൾ. അത് രണ്ടും നമ്മളൊന്ന് റീഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ റീഡ് ചെയ്യാം. ഇതാണ് ഒരു ഫയൽ cat/etc/PA/SSWD. ക്യാറ്റ് എന്ന് പറയുന്ന ഫയൽ കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ടെക്സ്റ്റ് ഫയലിനെയും റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതൊരു ഫയലിനെയും റീഡ് ചെയ്യാൻ ക്യാറ്റ് എന്ന കമാൻഡിനാണ് നമ്മൾ ഉപയോഗിക്കുക. CAT. ഈ ക്യാറ്റ് എന്ന കമാൻഡ് ശരിക്കും പറഞ്ഞാൽ കോൺകാറ്റിനേഷൻ എന്നാണ് വിളിക്കുക. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ഫയലുകളിലെ കണ്ടന്റിനെ ഒരുമിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അതാണ് കോൺകാറ്റിനേഷനാണ് ഉദ്ദേശം. പക്ഷെ നമുക്ക് അതിനെ നോർമലി ഒരു ഫയലിനകത്ത് കണ്ടന്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്യാറ്റിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ക്യാറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുക. അപ്പോൾ ക്യാറ്റ് ഉപയോഗിക്കുമ്പോൾ ആ ഫയലിനകത്തെ കണ്ടന്റ് അവിടെ പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ കൺസേൺസോ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ ഒരു ഫോം ആയിരിക്കും ഓപ്പൺ ആവുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോട്ട്, ടെക് സപ്പോർട്ട് ഗ്രൂപ്പിലോട്ട് റീഡയറക്റ്റ് ആവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ വരുന്ന എല്ലാ ഡൗട്ടുകളും കൺസേൺസൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ ഓഡിയോ നോട്ടോ മലയാളം ഇംഗ്ലീഷ് എങ്ങനെ വേണം നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ടീം 24/7 അവിടെ സപ്പോർട്ടിനുണ്ടാവും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി ആവുന്നില്ല, ഡിസിപ്ലിൻഡ് ആവുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൻ്റെ കൂടെ വന്നിരുന്ന് നമ്മുടെ സപ്പോർട്ടോടെ പഠിക്കണം എന്നുള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ രജിസ്റ്റർ ചെയ്താലും നമ്മുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ETC പാസ്വേഡ് എന്ന ഫയലിനകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്.
ഈ കാണുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഓരോന്നും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡുകളാണ്. പക്ഷെ ജനറിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിനകത്തുള്ള യൂസേഴ്സും ആ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇവിടെ ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിയാസ് എന്ന പേരിൽ ഒരു ഡയറക്ടർ ക്രിയേറ്റ് ചെയ്തിരുന്നു, ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇവിടെ ആ യൂസറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രോട്ടോടൈപ്പ് എന്ന യൂസറും നിയാസ് എന്ന് പറഞ്ഞ യൂസറിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിയാസ് എന്നുള്ള ഒരു പേര് ഇവിടെ കാണാം, നമ്മളുടെ യൂസർ നെയിം ഇവിടെ കാണാം. ഈ എക്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ യൂസറിൻ്റെ പാസ്വേഡ് ETCക്ക് അകത്ത് തന്നെ ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, ആ ഫയലിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. ഇതേ ലൊക്കേഷനിൽ തന്നെ ഷാഡോ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, ആ ഫയലിനകത്ത് ഇതുണ്ട് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം യൂസറിൻ്റെ ID, ഗ്രൂപ്പിൻ്റെ ID, പിന്നെ അവിടെ നിയാസിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ നെയിമിൻ്റെ അവിടെ XYZ എന്നാണ് വാല്യൂ കൊടുത്തിരുന്നത്. കഴിഞ്ഞ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആ വാല്യൂ ആണ് ഇവിടെ. ബാക്കി നമ്മൾ സ്കിപ്പ് ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ empty ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നിയാസ് എന്ന് പറയുന്ന യൂസറിൻ്റെ ഹോം ഡയറക്ടറി ഏതാണെന്നുള്ളതാണ്. /home/നിയാസിലാണ് ഹോം ഡയറക്ടറി. പിന്നെ ഏറ്റവും അവസാനം ഏത് ഷെല്ല് യൂസ് ചെയ്യും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബാഷ് എന്ന് പറയുന്നത് ബോൺ അഗെയിൻ ഷെൽ എന്ന് പറയുന്ന ഒരു ഷെല്ലുണ്ട്, അതാണ് അവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ SH എന്ന് പറയുന്നത് നോർമൽ ഷെല്ലാണ്. ഇപ്പോൾ പ്രോട്ടോടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് യൂസർ ആഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് വെച്ചിട്ടായിരുന്നു പ്രോട്ടോടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ യൂസർ ആഡ് എന്ന കമാൻഡ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നോർമൽ ഷെൽ അവിടെ യൂസ് ചെയ്തത്. പക്ഷേ നമ്മൾ ആഡ് യൂസർ വെച്ച് ചെയ്തിട്ടാണ് നിയാസ് എന്ന് പറയുന്നത്, അത് ബാഷ് ഷെല്ലിലേക്കാണ് ക്രിയേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിനകത്ത് സിസ്റ്റം വൈഡ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസും അവരുടെ ഹോം ഡയറക്ടറിയും അവരുടെ IDയും അവർ യൂസ് ചെയ്യുന്ന ഷെല്ലും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഫയലാണ് ETC പാസ്വേഡ് ഫയൽ എന്ന്, അല്ലെങ്കിൽ PASSWD ഫയൽ എന്ന് പറയുന്നത്. ഇത് നമ്മളിതിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ഇതൊരു പാസ്വേഡുകൾ സ്റ്റോർ ചെയ്യുന്ന ഫയലുകളാണെന്നായിരിക്കും ആദ്യം വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് പാസ്വേഡുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഫയലായിരുന്നു പണ്ട്. പക്ഷെ പിന്നീട് ഐട്രേഷൻ അത് പാസ്വേഡ് ഫയൽ ഇവിടെ സ്റ്റോർ ചെയ്യുന്നതിന് പകരം പാസ്വേഡ് വേറൊരു ഫയലിൽ സ്റ്റോർ ചെയ്യുകയും ഇതിനകത്ത് യൂസർ നെയിം പോലുള്ള ഇൻഫർമേഷൻസ് മാത്രം സ്റ്റോർ ചെയ്യുകയും ചെയ്തു. ഈ പെർട്ടിക്കുലർ ഫയൽ എഡിറ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റയർലി ആ പെർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിയാസ് എന്ന യൂസറിന് ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിയാസ് എന്ന് പറയുന്ന യൂസർ ബാഷ് ഷെൽ യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ബാഷ് ഷെൽ യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ലെറ്റ്സ് സേ എനിക്കത് എഡിറ്റ് ചെയ്ത് വേണമെങ്കിൽ മാറ്റാനായിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു സൈഡ് ബൈ സൈഡ് കമ്പാരിസണിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഫയൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഫയലായതുകൊണ്ട് ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വേറൊരു യൂട്ടിലിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അതായത് നമുക്ക് നോർമലി എഡിറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഫയലിനെ എഡിറ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. കാര്യം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഫയലാണ്. അപ്പോൾ അതിനെ എഡിറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ഉണ്ട് ഈ പെർട്ടിക്കുലർ ഫയലിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ആസ് എ യൂസർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? യൂസറിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, സുഡോ പെർമിഷനോട് കൂടിയോ അല്ലെങ്കിൽ റൂട്ട് യൂസറായിട്ടോ എഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ VIPW എന്ന് പറയുന്നതാണ് ഇവിടെ കമാൻഡ്. VIPW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസ്വേഡ് ഫയലിന് ETCക്ക് അകത്തെ പാസ്വേഡ് ഫയലിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂട്ടിലിറ്റിയാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇത് ചെക്ക് ചെയ്യും. എന്തെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ എഡിറ്റിനെല്ലാം ഡിസ്കാർഡ് ചെയ്യും, ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സേവ് ചെയ്യും. കാര്യം എന്താ വെച്ചാൽ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഫയലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി അവിടെ വരാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പോയി ഡയറക്റ്റ്ലി എഡിറ്റ് ചെയ്യാം, പക്ഷേ അതൊരിക്കലും സജസ്റ്റഡ് അല്ല. പകരം നമ്മൾ VIPW എന്ന് പറഞ്ഞ ഒരു യൂട്ടിലിറ്റി ഉപയോഗിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഫയലിനെ എഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലും ഇഷ്യൂ ആ ഫയലിനകത്ത് ഉണ്ടായാൽ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യില്ല, സിസ്റ്റം ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട്, യൂസറിനെ കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു യൂട്ടിലിറ്റി ഉപയോഗിക്കുന്നത്. നമ്മൾ VIPW ഓപ്പൺ ചെയ്യാം, sudo വെച്ചിട്ട് ഓപ്പൺ ചെയ്യണം. sudo VIPW എക്സിക്യൂട്ട് ചെയ്യുക, പാസ്വേഡ് കൊടുക്കുക TOOR. നൗ ഇവിടെ ഇതൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് ഏത് ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഇവിടെ എഴുതിയേക്കുന്നതാണ്. ഒന്ന് /bin/nano. നാനോ എന്ന് പറയുന്നത് വളരെ വെൽ നോൺ ആയിട്ടുള്ള, ലിനക്സിൽ യൂസ് ചെയ്യുന്ന വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്. ഇത് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് നമ്മൾ നോർമലി വിൻഡോസിലെ നോട്ട് പാഡിൻ്റെ സെയിം കോൺസെപ്റ്റുള്ള ഒരു സാധനം. അപ്പോൾ നാനോ വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ അതുപോലെ മറ്റൊന്നാണ് വിം എന്ന് പറയുന്നത്. വിമ്മും നാനോയും വളരെ വെൽ നോൺ ആയിട്ടുള്ള 2 ടെക്സ്റ്റ് എഡിറ്റേഴ്സാണ്. ഇതിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഏറ്റവും ഐ വുഡ് സജസ്റ്റ് നാനോ ആണ്. ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് യൂസ് ചെയ്യാൻ. വിമ്മ് അത്ര എളുപ്പമല്ല യൂസ് ചെയ്യാൻ, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ മച്ച് മോർ, അതായത് കുറച്ചുകൂടെ നാനോവിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല കപ്പാസിറ്റി ഉള്ള ഒന്നാണ് വിം എന്ന് പറയുന്നത്. പക്ഷേ അതിനനുസരിച്ച് ഡിഫിക്കൽട്ടിയാണ് യൂസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ ലെവലിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാൻ നാനോ ആണ്.
നാനോ യൂസേജ് ശീലിക്കും. പിന്നെ അത് തന്നെ സജഷൻ കാണിക്കുന്നുണ്ടല്ലേ അതെ, ഈസിയസ്റ്റ് എന്ന് നാനോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാനോ സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ 1 ആണ് നാനോ എന്ന് പറയുന്നത്. സോ വിൽ ഗിവ് 1, ദെൻ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളുടെ നാനോ ഫയൽ അവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട നാനോ ഫയൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നിയാസ് എന്ന യൂസറിൻ്റെ ഷെല്ലാണ് മാറ്റാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി നിയാസ് എന്ന യൂസറിലേക്ക് ഇവിടെ നിന്ന് കയറാം. SU നിയാസ് എന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്വേഡ് കൊടുക്കുന്നു. നിയാസിൻ്റെ പാസ്വേഡ് ഞാൻ ഇവിടെ എൻ്റർ കൊടുക്കാം. നിയാസ് എന്ന യൂസറിൽ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോൾ ഇവിടെ കാണാം നമുക്ക് ഈ പേരൊക്കെ കാണിച്ചു തരുന്നുണ്ട്, ഈ ഡയറക്ടറൊക്കെ കാണിച്ചിട്ടുണ്ട്, എല്ലാം കാണിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കിനി ഇനി ഇതുള്ളത് കറൻ്റ്ലി ബാഷ് എന്ന് പറയുന്ന ഷെല്ലിലാണുള്ളത്. നമുക്കിതൊന്ന് എക്സിറ്റ് ചെയ്ത് വെക്കാം, ക്ലിയർ ഓഫ് ചെയ്യാം. ഞാൻ തിരിച്ച് ശരത് എന്ന് പറഞ്ഞ യൂസറിലേക്ക് തന്നെ തിരിച്ചെത്തി കേട്ടോ. തിരിച്ച് നമുക്ക് ഇവിടെ പോയി നമുക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ടെർമിനൽ എക്സിറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓഫായി പോകും. അത് ഏത് യൂസറിലാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ആവും, വേറെണ്ണത്തിലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ്. ഇപ്പോൾ ഇതിപ്പോൾ വേറെ ഒന്നുമില്ല, ഇവിടെ ഞാൻ വെറുതെ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെർമിനൽ ക്ലോസ് ആവുകയാണ് ചെയ്യും. ഇപ്പോൾ ഒരു കറന്റ് നിൽക്കുന്ന ഒരു യൂസറിന് അടുത്ത CU ക്യാമറ ചേർത്ത വേറൊരു യൂസറിലേക്ക് പോയി കഴിഞ്ഞാൽ യൂസറിന് എക്സിറ്റ് ചെയ്യുമ്പോൾ ആ യൂസറിന് എക്സിറ്റ് ചെയ്യും, നമ്മൾ എവിടുന്നാണോ പോയത് അങ്ങോട്ടേക്ക് വരും. അതെ, തിരിച്ചൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിയാസ് എന്ന യൂസറിൻ്റെ ബാഷ് ഷെല്ല് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് ആ ഷെല്ലൊന്ന് മാറ്റിയിട്ട് ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇവിടെ ബാഷ് എന്നുള്ളത് ഞാനിവിടെ ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ പേജിൽ ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ബാഷാണ് ഉണ്ടായിരുന്നത്. ഞാനവിടെ ബാഷ് മാറ്റി SH എന്നാക്കുന്നു. ഓക്കെ, SH എന്നാക്കുന്നു. എന്നിട്ട് ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ റൈറ്റ് ഔട്ട് എന്ന് എഴുതിയേക്കുന്നതാണ്. റൈറ്റ് ഔട്ട് ഒരു അപ്പറാരോ ആൻഡ് O, അപ്പറാരോയും ഓയും കാണും. അപ്പറാരോ ഒരു ക്യാരറ്റ് സിമ്പിൾ, സോ ഓയും കാണും. അത് മീൻ ചെയ്യുന്നത് കൺട്രോൾ കീ ആണ്, കൺട്രോൾ കീ. ഓക്കെ, അപ്പോൾ ക്യാരറ്റ് സിമ്പിൾ അല്ലെങ്കിൽ ആ അപ്പറാരോ അവിടെ മീൻ ചെയ്യുന്നത് കൺട്രോൾ കീ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കൺട്രോൾ ആൻഡ് O, കൺട്രോളും ഓയും കൂടെ പ്രസ് ചെയ്ത് എന്ത് ചെയ്യും, ആ ഫയലിലേക്ക് നമ്മൾ വരുത്തിയ ചേഞ്ചസ് സേവ് ആവും. അപ്പോൾ കൺട്രോൾ ദെൻ O കൊടുക്കുക. അപ്പോൾ ഫയൽ നെയിം എന്താണെന്ന് ചോദിക്കും, നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ റോഡ് 39 ലേയേഴ്സ് എന്ന് പറഞ്ഞ് കാണും, അതായത് സേവ് ആയി, നമ്മൾ എഴുതിയ സേവ് ആയി. ഇനി നമുക്ക് ഇതിന് എക്സിറ്റ് അടിക്കണം. എക്സിറ്റ് അടിക്കാനായിട്ട് ഇവിടെ താഴെ ഉണ്ട് എന്താ, അപ്പർ ആരോ പ്ലസ് എക്സ്, വിച്ച് മീൻസ് കൺട്രോൾ പ്ലസ് എക്സ്. മേളിലോട്ടുള്ള ആരോ അല്ലെങ്കിൽ ക്യാരറ്റ് സിമ്പിൾ എന്ന് പറയാം. ആ സിമ്പിൾ മീൻ ചെയ്യുന്ന കൺട്രോൾ കീ ആണ് മീൻ ചെയ്യുന്നത്. നമ്മൾ കൺട്രോൾ എക്സ് പ്രസ് ചെയ്യുമ്പോൾ അത് എക്സിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ETC പാസ്വേഡ് ഫയൽ സേവ് ആവില്ല. കാരണം VAPW എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഈ യൂട്ടിലിറ്റിയുടെ ഉദ്ദേശം തന്നെ അതാണ്. അതായത് നമ്മൾ വരുത്തിയ ചേഞ്ചസ് വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന ചേഞ്ചസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അത് അലോ ചെയ്യില്ല. പകരം ഒരു പ്രശ്നമില്ല അതൊന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ അതിനകത്ത് അറിയേണ്ട ഒരു കുത്തോ കോമയോ ആഡ് ചെയ്തെന്ന് വെച്ചു, അതിൻ്റെ കോൺസെപ്റ്റ് ഒരു ഫയലിനകത്ത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു യൂസർ ID അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഇപ്പോൾ 1002 എന്ന് പറയുന്നത് നമ്മൾ 1002 2 കളഞ്ഞു, അപ്പോൾ യൂസർ ID മാറിപ്പോയി. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ അറിയാണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അതിനകത്ത് വരുത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് VAPW ഒന്ന് ചെക്ക് ചെയ്യും, ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യും. സേവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കൊടുത്തതിനല്ല, ഇപ്പം നേരത്തെ കൺട്രോൾ O കൊടുത്തു കഴിയുമ്പോൾ കൊടുത്ത് നമ്മൾ കൺട്രോൾ X കൊടുക്കുന്ന സമയമല്ലേ, X കൊടുക്കുന്ന മില്ലി സെക്കൻഡ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ആ സമയത്ത് VAPW ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ സേവ് വരുത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയും യു ഹാവ് മോഡിഫൈഡ് ETC പാസ്വേഡ് ഫയൽ എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കും, മോഡിഫൈഡ് സക്സസ്ഫുൾ ആണെങ്കിൽ. അല്ലെങ്കിൽ അത് അവിടെ എന്താണെന്ന് വെച്ചാൽ പ്രശ്നം അവിടെ കാണിച്ചു തരും. അപ്പോൾ നമ്മളിപ്പോൾ അതവിടെ ചേഞ്ച് വരുത്തി. നമുക്ക് വീണ്ടും നിയാസ് എന്ന യൂസറിലേക്ക് ഒന്ന് കയറാം. SU നിയാസ് ദെൻ പാസ്വേഡ് 2. ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് പഴയ ബേസിക് ഷെല്ലിലേക്ക് നമ്മൾ മാറിയതായിട്ട് കാണാം. അതായത് ഇതാണ് ETC പാസ്വേഡ് ഫയൽ എന്ന് പറയുന്നത്. ETC പാസ്വേഡ് ഫയലിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ യൂസറിൻ്റെ ഇതുപോലുള്ള റെസ്പോൺസസിനെ ചേഞ്ച് വരുത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫയലാണ്, നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യണം. ഇങ്ങനെയുള്ളൊരു ഫയലാണ് ഈ പാസ്വേഡ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഫയലുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ലൊക്കേഷനാണ് ETC ഡയറക്ടറി എന്ന് പറയുന്നത്. ETC ഡയറക്ടറിയിലാണ് ഇതുപോലത്തെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫയലുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ ETC ഡയറക്ടറിയിലാണ്. ആ ഡയറക്ടറിൽ ഈ ഒരു ഫയൽ മാത്രമേ ഉള്ളൂ? അല്ല, വേറെ ഒരുപാട് ഫയലുകളുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ETC ഡയറക്ടറിക്കകത്തുള്ള ഒരുപാട് ഫയലുകളുണ്ട്. എല്ലാ കോൺഫിഗറേഷൻസ് ഇവിടെയാണ് സ്റ്റോർ ചെയ്യുക. എന്ത് പാക്കേജ് ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം കോൺഫിഗറേഷൻസ് ഇവിടെയാണ് സ്റ്റോർ ചെയ്യുക. ഏകദേശം 123 ഫോൾഡറുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത്രയധികം കോൺഫിഗറേഷൻ ഫയലുകളാണ് ഈ കാണുന്നത്. എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വേണോ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ETC. അതിൻ്റെയൊക്കെ കോൺഫിഗറേഷൻസ് ആണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അതോടെ ആലോചിക്കണം, കോൺഫിഗറേഷൻസ് ആണ്, അതായത് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കോൺഫിഗറേഷൻ സൈഡാണ് ETC ഡയറക്ടറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ ETCക്കകത്ത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫയലാണ് ഷാഡോ ഫയൽ എന്ന് പറയും. /etc/shadow. ഈ
ഷാഡോ ഫയൽ എന്ന് പറയുന്നതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് യൂസറിൻ്റെ പാസ്വേഡുകൾ. ഇവിടെ again നമുക്ക് സ്യൂഡോ പെർമിഷൻ വേണം. പാസ്വേഡ് ഫയൽ ആയതുകൊണ്ട് ഇവിടെ കാണാം പാസ്വേഡുകൾ സ്റ്റോർ വെച്ചേക്ക്. പാസ്വേഡ് പക്ഷേ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടല്ല, ഈ കാണുന്നുണ്ടോ, ഇതാണ് പാസ്വേഡ് എന്ന് പറയുന്നത്. പാസ്വേഡ് എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ സേവ് ചെയ്ത് വെക്കുന്ന ലൊക്കേഷനാണ് ETC ഷാഡോ ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫയലിലായിരിക്കും പാസ്വേഡ് എൻക്രിപ്റ്റഡ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ ഇതുപോലെ ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. കാര്യം നമുക്ക് ഈ പറഞ്ഞ എൻക്രിപ്ഷനെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പാസ്വേഡ് കിട്ടാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിവൈസിൽ അറ്റാക്ക് ചെയ്ത് കയറുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള ഫയലുകളാണ് ഏറ്റവും കൂടുതൽ നോക്കുക. ഇങ്ങനത്തെ ഫയലുകൾ നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുക. കാര്യം ഇതൊക്കെ എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലാണ്. കാര്യം യൂസർ നെയിമും കിട്ടി, യൂസറിൻ്റെ പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ യൂസർ നെയിം എവിടെ നിന്ന് കിട്ടും, ETC പാസ്വേഡിൽ നിന്ന് കിട്ടും. യൂസറിൻ്റെ പാസ്വേഡ് ETC ഷാഡോയിൽ നിന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസറിൻ്റെ പേരും പാസ്വേഡും കിട്ടി. ഇത് വെച്ചിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പല ടൂളുകൾ നമ്മൾ ഉപയോഗിക്കും. ജോയിൻ പ്രോ ഉള്ള ടൂളുകളിലൊക്കെ ഈ ഫയലുകൾ രണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രാക്ക് ചെയ്ത് പാസ്വേഡ് തരും. അപ്പോൾ ഇങ്ങനെയുള്ള ഫയലുകൾ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫയലുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ETC ഡയറക്ടറി എന്ന് പറയുന്നത്. ETC എന്ന് പറയുന്ന ഡയറക്ടറി ഇത് ഈ പറയുന്ന ഇൻഫർമേഷൻസ് ആണ് സ്റ്റോർ ചെയ്തത്. ETC പാസ്വേഡ് എന്നുള്ളതിൽ പാസ്വേഡ് ഉണ്ടാവില്ല, യൂസർ നെയിംസ് ഉണ്ടാവും. പാസ്വേഡ് ഉണ്ടാവുക ഷാഡോ എന്ന് പറഞ്ഞ ഫയലിനകത്താണ്. അതിൽ എൻക്രിപ്റ്റഡ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പാസ്വേഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ, ചിലപ്പോൾ ബ്രോട്ടൈപ്പ് 1 2 3 ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഒരിക്കലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യില്ല, അത് അതേപോലെ ആ കൊടുത്ത ടെക്സ്റ്റ് എന്താണോ അതേപോലെ സേവ് ചെയ്ത് വെക്കില്ല. ഇല്ല, അതിനെ വേറൊരു ഫോമാറ്റിലോട്ട് മാറ്റുന്നതിന് നമ്മൾ എൻക്രിപ്റ്റഡ് ഫോമാറ്റ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടതിൽ തന്നെ കുറേ സിമ്പിൾസ് ഉണ്ടാവും, കുറേ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ വേറൊരു രീതിക്ക് തന്നെ വേറൊരു ഭാഷയിലോട്ട് മാറ്റുന്ന പറയാം. കൊടുത്ത പ്ലെയിൻ ടെക്സ്റ്റിന് വേറെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന നമ്മൾ എൻക്രിപ്റ്റഡ് ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഡീക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കൊടുത്തത് അതേ സാധനം കിട്ടും. യെസ്, അപ്പോൾ അതാണ് ETC എന്ന് പറയുന്നത്. ദെൻ ഹോം ഡയറക്ടറി ആണല്ലോ. ഹോം ഡയറക്ടറി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹോം ഡയറക്ടറി നമ്മൾ നേരത്തെ യൂസറിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ കണ്ടാണ്, സെയിം തന്നെ യൂസർ ക്രിയേറ്റ്. അതിനകത്താണ് യൂസേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും പേഴ്സണൽ ഡയറക്ടറീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശരത്ത് എന്ന് പറഞ്ഞ യൂസറിൻ്റെ ഇൻഫർമേഷൻസ് പേഴ്സണൽ ഡയറക്ടർ ഡെസ്ക്ടോപ്പ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നിയാസ് എന്ന യൂസറിൻ്റെ. ഇതെനിക്ക് കാണാനുള്ള പെർമിഷൻ ഇവിടെ ഇല്ല, പക്ഷേ അഗൈൻ അതിനകത്ത് ഉണ്ടാവും. ഇതെനിക്ക് പെർമിഷൻ ഇല്ല, പക്ഷേ അതിനകത്തും ഇതേപോലെ തന്നെ നിയാസ് എന്ന യൂസറിൻ്റെ ഡെസ്ക്ടോപ്പ് ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ്സ് ഒക്കെയാണ് അവിടെ ഉണ്ടാവും. അങ്ങനെ ഓരോ യൂസറിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡയറക്ടറി ഹോം ഡയറക്ടറി എന്ന് പറയും. ഇതാണ് ഹോം എന്ന് പറയുന്ന ഡയറക്ടറി, ഹോം ഡയറക്ടറി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളൊരു സിസ്റ്റത്തിനകത്ത് ലോഗിൻ ചെയ്ത് അറ്റാക്ക് ചെയ്ത് കയറിയിട്ട് ഹോം ഡയറക്ടറി ലിസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ആ സിസ്റ്റത്തിനകത്തുള്ള യൂസറുകൾ എത്ര യൂസേഴ്സ് ഉണ്ടെന്ന്, അതിൻ്റെയൊക്കെ യൂസർ നെയിം എന്താണെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് യൂസേഴ്സ് ഉണ്ടെന്നുള്ള ഡാറ്റ നമുക്ക് ഫസ്റ്റ് ETC പാസ്വേഡ് കൊടുത്താൽ തന്നെ അതിൽ നിന്ന് കിട്ടും. അത് റീഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഹോം ഡയറക്ടറി ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും, യൂസേഴ്സിൻ്റെ പേരും കിട്ടും. അതായത് ആ യൂസർ നെയിമിലായിരിക്കും ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ശരത്ജി എന്ന് പറഞ്ഞാണ് യൂസർ നെയിം, അത് അതേ യൂസർ നെയിമിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ലൈക്ക് നിയാസ് എന്നാണ്, അങ്ങനെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസേഴ്സിൻ്റെ എണ്ണവും യൂസേഴ്സിൻ്റെ പേരും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളെപ്പോഴും ഒരു സൈബർ സെക്യൂരിറ്റിയിൽ നമ്മളെപ്പോഴും ഒരു അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രീ ഡിറ്റർമിൻഡ് വേയിലല്ല നമ്മളൊരു അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ പഠിക്കുന്നതിൻ്റെ ഒരു ആവശ്യം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കലാണ്. അതായത് മോർ ദാൻ ഈ ലിനക്സിനെ മനസ്സിലാക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളൊരു അറ്റാക്കിംഗ് സൈഡിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ, ഒരു അറ്റാക്കറിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസും കൂടിയാണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ യൂസേഴ്സിൻ്റെ പേര് നമുക്ക് ഈ ഡയറക്ടറീസിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ സെക്യൂരിറ്റിയിൽ ആവശ്യമാണ്. അതായത് നമുക്ക് ചിന്തിക്കുന്ന ഒരു രീതി, നമ്മൾ ഔട്ട്സൈഡ് ദ ബോക്സ് ചിന്തിക്കുക എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റണം. അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഒരിക്കലും ഒരു സ്പെസിഫിക് വേയിൽ നിന്ന് മാത്രമായിരിക്കില്ല, പല വഴികളവിടെ ഉണ്ട്. ഇപ്പോൾ ETC പാസ്വേഡ് ഫയൽ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഹോം ഡയറക്ടറി നിന്ന് റീഡ് ചെയ്യാം, അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വഴികളുണ്ട്. അപ്പോൾ അങ്ങനെ പല വഴികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കലാണ് ശരിക്കും സെക്യൂരിറ്റിയിൽ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾക്ക് ആവശ്യമുള്ളൊരു കാര്യം. എനിവേ, അപ്പോൾ ഹോം ഡയറക്ടറി ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഡയറക്ടറിയാണ് MNT എന്ന് പറയുന്ന ഡയറക്ടറി. MNT അല്ലെങ്കിൽ മൗണ്ട് ഡയറക്ടറി എന്ന് പറയും. മൗണ്ട് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെൻഡ്രൈവുകളൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് പെൻഡ്രൈവിനൊക്കെ ഒരു ഡിസ്കായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഈ ഡിസ്കിനെയൊക്കെ ടെമ്പററിലി ഹോൾഡ് ചെയ്ത് വെക്കുന്ന ലൊക്കേഷനാണ് MNT ഡയറക്ടറി. MNT എന്ന് പറഞ്ഞ ഡയറക്ടറിയാണ് ഇതൊക്കെ ടെമ്പററി ഹോൾഡ് ചെയ്യുക. എല്ലാം പെർമനൻ്റ് അല്ലല്ലോ, അത് പെൻഡ്രൈവ് റിമൂവ് ചെയ്യുന്ന സമയം വരില്ല. ആ സമയത്ത് അത് ഹോൾഡ് ചെയ്യുന്നത് MNT ഡയറക്ടറിയിലാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂട്ട് ഡയറക്ടറി നേരത്തെ നമ്മൾ MNT ഡയറക്ടറിയിലായിരിക്കും നമ്മൾ അറ്റാക്സ് അല്ലെങ്കിൽ ഇതിൽ മാൽവെയർ ഇതിലൂടെ വരുന്ന സമയത്ത് പെൻഡ്രൈവിൽ ആക്കി കണക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്ന MNTയിലാണ് സ്റ്റോർ ചെയ്യുക. ലിനക്സിൻ്റെ കേസിൽ MNTയിൽ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ പിന്നെയുള്ള റൂട്ട് ഡയറക്ടറിയാണ്. റൂട്ട് ഡയറക്ടറി നേരത്തെ പറഞ്ഞു, റൂട്ട് യൂസർ അല്ലെങ്കിൽ സൂപ്പർ യൂസർ ഉണ്ട്. റൂട്ട് യൂസർ അല്ലെങ്കിൽ സൂപ്പർ യൂസറിൻ്റെ
പേഴ്സണൽ ഡയറക്ടറി. നമ്മൾ ഹോമിനകത്ത് നമ്മൾ നോർമൽ യൂസേഴ്സിൻ്റെ ഉള്ള പോലെ തന്നെ ഇവിടെ റൂട്ട് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തായിരിക്കും അത് ഉണ്ടാവും. പക്ഷേ റൂട്ട് യൂസർ ഒരൊറ്റ യൂസർ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആളുടെ പേഴ്സണൽ ആളുടെ ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ്സ്, ഡോക്യുമെന്റ്സ് പോലുള്ള ഡയറക്ടറീസ് ഒക്കെ ഇതിനകത്താണ് ഉണ്ടാവുക. പിന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ടെംപ് ഡയറക്ടറി. ഇത് നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്നതാണ് ടെംപ് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ. TMP എന്ന് പറയുന്ന ഡയറക്ടറി ടെമ്പററി ഫയലുകളെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഉള്ള ഫയലുകൾ ഒരുപാട് കാലത്തേക്ക് അവിടെ നിൽക്കില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അതായത് ബേസിക്കലി ടെമ്പററി ഫയലുകൾ ഹോൾഡിംഗ് ആണ്. അതിനകത്ത് ഒരു പെർമനൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യേണ്ട ഫയൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പററിയിൽ കൊണ്ടിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമലി എല്ലാ യൂസേഴ്സിനും ആക്സസിബിൾ ആണ്. ടെംപ് ഡയറക്ടറി നോർമലി ഏതൊരു യൂസറിനും ആക്സസിബിൾ ആണ്. അത് യൂസറിന് പ്രത്യേകം പെർമിഷൻ വേണമെന്നില്ല. നോർമലി എല്ലാ കേസുകളിലും ഈ പറയുന്ന ടെംപ് ഡയറക്ടറി ആക്സസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ അറ്റാക്കുകളിലും ഷെല്ലിടുന്നതും മോസ്റ്റ് ഓഫ് ദ അറ്റാക്കുകൾ നമ്മൾ പേലോഡ് ഇഞ്ചെക്ട് ചെയ്യുന്നതും ടെംപ് ഡയറക്ടറിക്കകത്ത്. കാരണം ടെംപ് ഡയറക്ടറി മോസ്റ്റ്ലി നമുക്ക് ആക്സസിബിൾ ആയിരിക്കും. ഇതുകൊണ്ടാണ്. പക്ഷേ അത് എല്ലായ്പ്പോഴും അതായിരിക്കണം കേസൊന്നുമില്ല. ഒരു അഡ്മിനിസ്ട്രേറ്ററിന് അവർക്ക് വേണ്ട രീതിയിൽ ഇതിനൊക്കെ മാറ്റാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ബൈ ഡിഫോൾട്ട് അങ്ങനെ ആയിരിക്കാം, പക്ഷേ ബൈ ഡിഫോൾട്ട് അങ്ങനെ ആണ് എന്നുകൊണ്ട് എല്ലാ സിസ്റ്റം അങ്ങനെ ആവണമെന്നില്ല. ഒരു അഡ്മിൻ അതിനനുസരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറും. പക്ഷേ നോർമലി ടെംപ് ഡയറക്ടറി മോസ്റ്റ്ലി എല്ലാവർക്കും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും അറ്റാക്ക് ചെയ്ത് പേലോഡ് ഇടാനുണ്ട്, നമ്മൾ ഏറ്റവും ആദ്യം കൊണ്ടിടുന്നത് ഈ പറയുന്ന ടെംപ് ഡയറക്ടറിക്കകത്തായിരിക്കും. ഫസ്റ്റ് ചെക്കിംഗ് പോയിന്റ് ഇവിടെ അതെ, നമ്മൾ കൊണ്ടിടുന്നത് ഈ പറയുന്ന ടെംപ് ഡയറക്ടറിക്ക് അത് ഇടാൻ പറ്റുന്നില്ല, നമ്മൾ അടുത്ത വഴി നോക്കുന്നത്. പക്ഷേ ടെംപ് ഡയറക്ടറിയിൽ നോർമലി എല്ലാ കേസിലും നമുക്ക് അറ്റാക്ക് ചെയ്ത് കയറാനോ അതിനകത്ത് ഡാറ്റ ഇടാനോ ഒക്കെ സാധിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും സെൻസിറ്റീവ് മീൻസ് ടെമ്പററി സ്റ്റോർ ചെയ്യേണ്ട ഫയലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ TMPയിലാണ് കൊണ്ടിടുക. അപ്പോൾ നമ്മൾ അതിനൊക്കെ അബ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ TMP ഡയറക്ടറിയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ അറ്റാക്കിംഗ് സമയത്ത് നമ്മൾ ടെംപ് ഡയറക്ടറി ഒരുപാട് തവണ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. എഗെയിൻ ഇതെല്ലാം അറ്റാക്കുകൾക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എല്ലാ അറ്റാക്കുകളും ഒരേപോലെ ആവണമെന്നല്ല. എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടൊരു ഫയൽ ആയതുകൊണ്ട് നമുക്ക് അറ്റാക്കിങ് കുറച്ച് വരാം. മെജോറിറ്റി കേസിലും വരാം. അഗൈൻ എല്ലാ ഓരോ അറ്റാക്കുകൾക്ക് അനുസരിച്ചിരിക്കും. എല്ലാം ഒരേ രീതിയിലല്ല. മോസ്റ്റ് ഓഫ് ദ അറ്റാക്കുകളിൽ ഇത് വരാറുണ്ട്. അപ്പോൾ മേജർലി ഉള്ളത് ഇത്രയും ഡയറക്ടറീസാണ് നമ്മൾ മേജർലി പഠിക്കേണ്ട ഡയറക്ടറി എന്ന് പറയുന്നത്. പക്ഷെ അതല്ലാണ്ട് വേറെ ബാക്കിയുള്ള ഡയറക്ടറീസും ഉണ്ട്. അത് എഗൈൻ ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഡയറക്ടർ അല്ലാണ്ട് വേറെ ഒരുപാട് ഡയറക്ടേഴ്സ് അവിടെ കാണും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ടറില്ല വെൻ ഇറ്റ് കംസ് ടു സൈബർ സെക്യൂരിറ്റി. പക്ഷേ നിങ്ങൾക്കത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാനായിട്ട് പറ്റിയ ഒരു റിസോഴ്സാണ് linuxjourney.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന FHS അല്ലെങ്കിൽ ഇൻഫർമേഷൻസും കൂടെ കാണാം. ഇവിടെ ഫയൽ സിസ്റ്റം ഇവിടെ നല്ലൊരു റിസോഴ്സാണ്. ഇവിടെ നമുക്ക് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് തൊട്ട് ലിനക്സിൻ്റെ ഏറ്റവും ബേസിക്സ് തൊട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ദ ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാനീ പറഞ്ഞ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഇവിടെ കിടപ്പുണ്ട്. അതിൽ ഞാൻ പറഞ്ഞതും പറയാത്തതുമായ എല്ലാ ഡയറക്ടറീസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ സൈറ്റിൽ കാണാം. അത് വായിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ സെക്യൂരിറ്റിയിൽ നമുക്ക് ആവശ്യമുള്ള ബാക്കി ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളാണ്. സെക്യൂരിറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നതായ കുറച്ച് ഡയറക്ടേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇതല്ലാണ്ട് ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം അഡ്മിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയേണ്ടത്. ഇപ്പോൾ ലിനക്സിനെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം അറിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് റിസോഴ്സസ്. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ റിസോഴ്സ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് വായിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ChatGPT പോലുള്ള ഏതെങ്കിലും സർവീസുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഡയറക്ടീവ്സ് അത് മനസ്സിലായി തന്നെ ബാക്കിൽ ജസ്റ്റ് വായിച്ചതിന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഓരോരോ പർപ്പസ് എന്താന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഡയറക്ടർ പർപ്പസ് ഇതാണ്. ഇപ്പോൾ നമ്മൾ MND എന്നുള്ളൊരു ഡയറക്ടറി പറഞ്ഞ് ഒന്നുമില്ല, ഒരു പെൻഡ്രൈവ് കിട്ടുമ്പോൾ ടെമ്പററി സ്റ്റോറേജ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അത് TMP. ടംബ് എന്നുള്ളത് ടെമ്പററി ആയിട്ട് ഫയൽ സ്റ്റോർ ചെയ്യാൻ. ഇങ്ങനെ ഓരോ പർപ്പസ് എന്താന്നുള്ളത് മാത്രമാണ് അതിൽ പറയുന്നത്. ഐ മീൻ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഒരു സാധനം വരുമ്പോൾ ഈ ഒരു ഡയറക്ടറിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഡയറക്ടറി ഉണ്ട് എന്നുള്ളത്. അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പെർമിഷൻസ് ആണ്. പെർമിഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഈ പെർമിഷൻസ് ആണ് നമ്മൾ പലപ്പോഴും അബ്യൂസ് ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ പെർമിഷൻസിനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കേണ്ടി വരിക. ചിലപ്പോൾ പെർമിഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ പല അറ്റാക്കുകളും ചെയ്യേണ്ടി വരിക. അപ്പോൾ പെർമിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, നമ്മൾ പഠിച്ചു വെക്കേണ്ട, നമുക്ക് വിട്ടുകളയാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പെർമിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പെർമിഷൻസ് നമ്മൾ കാണാനായിട്ട് നമ്മൾ ലിനക്സിനകത്ത് യൂസ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് LS-L എന്ന് പറയും. LS എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെ തന്നെ ഡീറ്റെയിൽഡ് ലിസ്റ്റിംഗ്, അതായത് ഇതിനെ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് വിളിക്കുക. ഇപ്പോൾ LS എന്ന് പറയുന്ന കമാൻഡാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ LS എന്ന് പറയുന്ന കമാൻഡാണ്. ഇതിൻ്റെ കൂടെ ഞാൻ -L എന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ കമാൻഡിൻ്റെ തന്നെ ഒരു ആർഗ്യുമെൻ്റ് എന്നാണ് ഇതിനെ വിളിക്കുക. നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് ഈ പറയുന്ന സാധനത്തിനെ വിളിക്കുക. ഇവിടെ നമ്മൾ എഴുതുന്ന സ്വിച്ചസ്, ഓപ്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കും. സ്വിച്ച് എന്നോ ഓപ്ഷൻ എന്നോ അല്ലെങ്കിൽ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എന്നോ വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. -L എന്ന് പറയുന്ന ആർഗ്യുമെൻ്റാണ് നമ്മളിവിടെ ആഡ് ചെയ്തത്.
ഈ ഹൈഫൻ എൽ എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് അവിടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, നമ്മൾ സിസ്റ്റത്തോട് പറയുന്ന ഇതാണ്, എനിക്ക് ലിസ്റ്റിംഗ് ആണ് വേണ്ടത്, പക്ഷേ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ലിസ്റ്റിംഗ് ആണ് എനിക്ക് വേണ്ടത്. എനിക്ക് ലിസ്റ്റിംഗ് ആണ് വേണ്ടത്, വിച്ച് ഇസ് LS വെച്ച് നമ്മൾ പറഞ്ഞു ഒരു ലിസ്റ്റിംഗ് വേണമെന്ന്. പക്ഷേ ഞാൻ ഹൈഫനെല്ലും കൂടെ കൊടുത്തുകൊണ്ട് പറയുകയാണ് എനിക്ക് ഡീറ്റെയിൽഡ് ലിസ്റ്റിംഗ് വേണം. അപ്പോൾ ഡീറ്റെയിൽഡ് ലിസ്റ്റിംഗ് എന്താണ്? ഡീറ്റെയിൽഡ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഞാൻ നോർമലി LS എക്സിക്യൂട്ട് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഈ താഴെയുള്ളത്. പക്ഷെ ഞാൻ ഹൈഫൻ L കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അവിടെ കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഇവിടെ ഒന്ന് ആദ്യം കാണുന്നതാണ് പെർമിഷൻ, ആ ഫോൾഡറിന് എന്തൊക്കെ പെർമിഷൻ ഉണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, നമുക്ക് ഇവിടെ യൂസറിൻ്റെ പേര്, ഗ്രൂപ്പിൻ്റെ പേര്, സൈസ്, പിന്നെ അത് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, ടൈം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക. അപ്പോൾ ഇതിപ്പോൾ ഇതിനകത്തുള്ള എല്ലാം ഡയറക്ടറീസ് ആണല്ലോ. നമുക്കൊരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയലിനെ പറ്റി ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഫയൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ ഉപയോഗിച്ച നാനോ തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ നാനോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നാനോ നമുക്കൊരു പേര് കൊടുക്കാം. നാനോ എന്നുള്ളത് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യാം, റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. റൈറ്റ് ചെയ്യാനാണ് നാനോ ഉപയോഗിക്കുന്നത്. റീഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാറ്റ് എന്ന് പറയുന്നതാണ്. റൈറ്റ് ചെയ്യാൻ നമ്മൾ നാനോ ഉപയോഗിക്കും, റീഡ് ചെയ്യാൻ ക്യാറ്റ് ഉപയോഗിക്കും. ജസ്റ്റ് അതിനകത്തുള്ള ടെക്സ്റ്റ് കാണാം. റൈറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അതെ. അപ്പോൾ ഞാൻ brocam.txt എന്ന പേരിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ brocam.txt ഓപ്പൺ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് എഴുതാം. ഹലോ, ഹൗ ആർ യു, ടെക്സ്റ്റ് എഴുതി. നമുക്ക് സേവ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ Ctrl+O. ഇവിടെ നമ്മൾ Ctrl+O പ്രസ് ചെയ്തു, എൻ്റർ കീ പ്രസ് ചെയ്തു, ദെൻ Ctrl+X. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഫയൽ നോക്കി കഴിഞ്ഞാൽ brocam.txt എന്ന് പറഞ്ഞൊരു ഫയലിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ആ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ .txt എക്സ്റ്റൻഷൻ കൊടുക്കുന്ന നിർബന്ധമില്ല, അതൊരു സ്റ്റാൻഡേർഡ് വേ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിർബന്ധമല്ല, ജസ്റ്റ് നാനോ ബ്രോക്കം ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് അത് ക്രിയേറ്റ് ആവുള്ളൂ. അത് എങ്ങനെ നമ്മൾ പേര് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ .txt നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. നാനോ വെച്ചിട്ട് ടെക്സ്റ്റ് ഫയൽ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, നമുക്ക് എന്ത് ഫയൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ HTML ഫയൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ അതിപ്പോൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഡിഫോൾട്ട് ടെക്സ്റ്റ് ഫയലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാനോ ABC എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നാനോ ABC ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ടെക്സ്റ്റ് ഫയലാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതുന്നു, ദെൻ Ctrl+X, ദെൻ LS ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് അവിടെ അങ്ങനെ തന്നെ കിടക്കുള്ളൂ. അതൊരു ടെക്സ്റ്റ് ഫയലായിട്ട് തന്നെയാണ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് ഫയലാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഫയൽ ABC എന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാം ASCII ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കാണാം. ടെക്സ്റ്റ് ഫയലായിട്ടാണ് സിസ്റ്റം അതിനെ കൺസിഡർ ചെയ്യുക. അതേപോലെ നമ്മൾ ഈ മറ്റേ ബ്രോക്യാമ്പിനെ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് അതിനെ കാണിക്കുക. ASCII ടെക്സ്റ്റായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ അതേസമയം ഞാൻ ഈ പറയുന്ന ഫയലിനെ ഞാൻ ഒരു HTML test.html എന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനൊരു HTML കണ്ടൻറ് എഴുതാമെന്ന് വെച്ചു. ഞാൻ ചുമ്മാ ഹലോ എന്ന് പറഞ്ഞൊരു HTML കണ്ടൻറ് എഴുതി. സെയിം സേവ് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നു, ദെൻ ഫയൽ, ദെൻ test.html കൊടുത്തു കഴിഞ്ഞാൽ ASCII ടെക്സ്റ്റ് തന്നെയാണ്, പക്ഷേ അത് HTML ഫയലാണ്. ഇപ്പോൾ നമുക്ക് HTML ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യും. ASCII ടെക്സ്റ്റ് എന്നേ കാണിക്കുള്ളൂ, കാര്യം HTML ആയാലും ബേസിക്കലി ടെക്സ്റ്റാണ്, അതിനകത്ത് സ്ക്രിപ്റ്റ് ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഷെൽ സ്ക്രിപ്റ്റായിട്ട് എഴുതുമ്പോൾ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ SH എന്ന് കൊടുക്കുന്നു. SH എന്ന് കൊടുക്കുന്നു. ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് നാനോ test.sh ഞാനവിടെ ലെറ്റ്സ് സേ LS /bash then echo ഹലോ. ഞാനവിടെ ഒരു സ്ക്രിപ്റ്റാക്കി എഴുതിയതിന് ദെൻ ഫയൽ അവിടെ ബോൺ അഗെയിൻ ഷെൽ സ്ക്രിപ്റ്റ് ASCII ടെക്സ്റ്റ് എക്സിക്യൂട്ടബിൾ. അങ്ങനെ പല രീതിയിൽ ഫയലുകൾ ക്രിയേറ്റ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു us. പൈത്തൺ ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നാനോ ആണെങ്കിൽ എന്ത് വെച്ച് ബേസിക്കലി നമ്മളുടെ വിൻഡോസിലെ നോട്ട് പാഡിൻ്റെ സെയിം കോൺസെപ്റ്റ് തന്നെ ഇവിടെ നാനോയിൽ യൂസ് ചെയ്യുന്നത് മാത്രം വ്യത്യാസമുണ്ട്. എനിവേ, നമുക്കിപ്പോൾ കുറച്ച് ഫയലുകൾ നമ്മളുടെ ലിസ്റ്റിൽ ഇവിടെ കാണാം. ABC ഉണ്ട്, brocam.txt ഉണ്ട്, test.html ഉണ്ട്, .sh ഉണ്ട്. നമുക്കതിൽ brocam.txtയുടെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസിലേക്ക് പോവാം. ls-l brocam.txt. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ആദ്യം പെർമിഷൻ ഇൻഫർമേഷൻ ഉണ്ട്. ഇതിനെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ ഇവിടുത്തെ ഇമ്പോർട്ടൻസ് അവിടെയാണ്, പെർമിഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പെർമിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ കാണിക്കും. അപ്പം ഞാൻ ഡെസ്ക്ടോപ്പിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എടുക്കാമെന്ന് വെച്ചാൽ ഡെസ്ക്ടോപ്പും പിന്നെ ബ്രോക്യാമ്പും രണ്ടിൻ്റെ ഇൻഫർമേഷനാണ് എടുക്കുന്നത് വെച്ചാൽ ls-l ഡെസ്ക്ടോപ്പ്
ഡെസ്ക്ടോപ്പിനകത്തെ ഇൻഫർമേഷൻസിലേക്ക് ഒരു മിനിറ്റ്. ഇവരെ ഡെസ്ക്ടോപ്പിൻ്റെ ഇൻഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഡെസ്ക്ടോപ്പിന് മാത്രമല്ല ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ആദ്യത്തെ ഏറ്റവും ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് ഡി എന്ന് മെൻഷൻ ചെയ്തേക്കുന്നതാണ്. ഡി എന്ന് മെൻഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഡയറക്ടറി എന്നാണ്. അത് തന്നെ നമ്മൾ ഫയൽസിൻ്റെ കേസിലേക്ക് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഫയലുകളാണ്, ഇതൊന്നും ഡയറക്ടറി അല്ലല്ലോ. അതിൻ്റെയൊക്കെ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി ആണ്. കറക്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ടറീസിൻ്റെ കേസിൽ ഡി എന്നൊരു മാർക്കിംഗ് തുടക്കത്തിലുണ്ടാവും. ഫയൽസിൻ്റെ കേസിൽ ഡി എന്നൊരു മാർക്കിംഗ് അവിടെ ഉണ്ടാവില്ല. ഫയൽസിൻ്റെ കേസിൽ അവിടെ ജസ്റ്റ് എം ടി ആയിട്ട് കിടക്കും. ഓക്കെ, ഇത് അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ വരാൻ സാധ്യത, അതുകൊണ്ട് ഒന്ന് സ്പെസിഫൈ ചെയ്തു. അപ്പോൾ LS-L brocam.txt എടുക്കുക. ഇതിൽ ആദ്യത്തെ ഇത്രയും ഭാഗമാണ് പെർമിഷൻ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗമാണ് പെർമിഷൻ. ഈ പെർമിഷൻസ് 3 ഗ്രൂപ്പുകളായിട്ടാണുള്ളത്. അതാണ് പറഞ്ഞാൽ 3 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ. അതായത് അതിൽ ഒന്ന് യൂസർ എന്ന് പറയും. യൂസറിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓണർ. ആ ഫയൽ ക്രിയേറ്റ് ചെയ്തത് ആരാണോ അവരാണ് യൂസർ എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എന്ന് തന്നെയാണ്. അതായത് ഈ ലിനക്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോ യൂസേഴ്സും ഓരോ ഗ്രൂപ്പുകളിലായിരിക്കും. ഒന്നെങ്കിൽ അതിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ഇങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് നമുക്കിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ എടുക്കാം, ഒരു കമ്പനി എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രോട്ടോടൈപ്പ് എന്നൊരു കമ്പനി എടുക്കാം. ഇപ്പോൾ ഈ കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനിക്കകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസ് എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ ഫിനാൻസിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അല്ലേ, ഫിനാൻസിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ മീഡിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, മീഡിയ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും, റൈറ്റ്. ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഇനി ലെറ്റ്സ് സേ ഒരു എക്സാമ്പിളിന് എടുത്തു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ അപ്പോൾ നിയാസ് മീഡിയ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കരുതാം. അപ്പോൾ നിയാസ് ഒരു കഥ എഴുതി, ഫോർ എക്സാമ്പിൾ ഒരു കഥ എഴുതി. അപ്പോൾ നിയാസ് എന്ന് പറഞ്ഞ കഥ എഴുതിയത്, നിയാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് കഥ എഴുതിയത്, റൈറ്റ്. അപ്പോൾ നിയാസ് ആണ് ആരെന്ന് പറയുന്നത്? ഓണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂസർ ഓർ ഓണർ എന്ന് പറയുന്നത്. നിയാസ് ആണ് യൂസർ അല്ലെങ്കിൽ ഓണർ. ഇനി നിയാസ് ഈ ഓർഗനൈസേഷനിൽ മീഡിയ എന്ന ടീമിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മീഡിയ ടീമിലാണ് നിയാസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിയാസിൻ്റെ ഗ്രൂപ്പ് ഏതാ? മീഡിയ, റൈറ്റ്. അപ്പോൾ നിയാസ് അല്ലാണ്ട് വേറെ എംപ്ലോയീസ് ആ ഗ്രൂപ്പിലില്ലേ? വേറെ എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പേഴ്സ് ഈ പറയുന്ന മീഡിയ ടീമിലില്ലേ? അവരാണ് ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ള മെമ്പേഴ്സ്. അവർക്ക് ഈ കഥ വായിക്കാനും എഴുതാനും എഴുതിയത് നിയാസാണ്. ആ കഥ വായിക്കാനും അതിനെ എഡിറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ ആർക്ക് പെർമിഷൻ ഉണ്ട്? നിയാസിന് പെർമിഷൻ ഉണ്ട്, ഓണർക്ക് ഉണ്ട്. ഇനി നിയാസിനല്ലാണ്ട് ആ ഗ്രൂപ്പിൽ ബാക്കിയുള്ളവർക്ക് എന്ത് പെർമിഷനാണ് ആ കഥയിലുള്ളത്? ഇപ്പോൾ അത് വായിക്കാൻ ഇപ്പോൾ നിയാസ് അത് വായിക്കാൻ കൊടുക്കുകയോ ഇല്ലയോ? വായിക്കാൻ അത് അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് റീഡ് പെർമിഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഗ്രൂപ്പ്. ഇവർക്കുള്ള പെർമിഷൻ. ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അഡ്മിൻ ആണോ അതോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കാം ഗ്രൂപ്പ്? റൂട്ട് അതെ. നമുക്ക് ഒരു റൂട്ടിന് ഒരു അഡ്മിൻ തന്നെ മൾട്ടിപ്പിൾ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ഏതെങ്കിലും ഗ്രൂപ്പിലായിരിക്കും. ഡിഫോൾട്ട് ആ യൂസറിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായില്ല എന്ന് വരാം. ദാറ്റ്സ് ഓൾസോ പോസിബിൾ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫയൽ ക്രിയേറ്റ് ചെയ്ത ഓണറിന്റെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവർ ആണ് കോൺസെപ്റ്റ് എന്നാണ്. ആ പർട്ടിക്കുലർ ഫയൽ ക്രിയേറ്റ് ചെയ്ത ഓണറിൻ്റെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ആൾക്കാർ. അപ്പോൾ ഈ കേസിൽ നമ്മളുടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിയാസ് വർക്ക് ചെയ്യുന്ന മീഡിയ ടീമിലെ ബാക്കിയുള്ള സ്റ്റാഫ് മെമ്പേഴ്സിന് ആ കഥയിൽ എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട്. ഇതാണ് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ, അതേഴ്സ്. അതായത് ഈ 2 കൂട്ടരും അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാർ, അതേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സെയിൽസ് ടീം, ഫൈനാൻസ് ടീമിലുള്ളവർ, ഈ ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് നിയാസിൻ്റെ ഗ്രൂപ്പിലുള്ളതല്ല, പക്ഷേ സെയിം ഓർഗനൈസേഷനിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഈ കഥയിൽ എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട്? ഇപ്പോൾ നിയാസ് ഒരു കഥ എഴുതി, ആ കഥ എഴുതിയ നിയാസാണ്. അപ്പോൾ നിയാസാണ് ആ കഥയുടെ ഓണർ എന്ന് പറയുന്നത്. നിയാസ് വർക്ക് ചെയ്യുന്ന മീഡിയ ടീമിലെ ബാക്കിയുള്ള ആൾക്കാരെയാണ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ആ ടീമിനും പുറത്തുള്ള മറ്റുള്ള ടീമിലുള്ള ആൾക്കാരെയാണ് നമ്മൾ അതേഴ്സ് എന്ന് വിളിക്കുന്നത്. അതേപോലെ ഒരു കമ്പ്യൂട്ടറിൻ്റെ കേസിൽ, ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേസിൽ ആ ഫയൽ ക്രിയേറ്റ് ചെയ്ത ആളാണ് അതിൻ്റെ ഓണർ അല്ലെങ്കിൽ യൂസർ എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ യൂസർ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത് അതിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് അവർക്കുള്ള പെർമിഷൻസ് ആണ് ഗ്രൂപ്പിൽ പറയുക. അതിനും പുറത്തുള്ള ആൾക്കാർക്കുള്ള പെർമിഷൻസ് ആണ് അതേഴ്സിൽ പറയുക. നമ്മൾ ഇതിനെ ഗ്രൂപ്പിന് ചോദിച്ചോട്ടെ, ഇപ്പം ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന നേരത്തെ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഗ്രൂപ്പിനും ക്രിയേറ്റ് ചെയ്യും. അതിലേക്ക് യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും.
അതൊരു അഡ്മിനിസ്ട്രേറ്റർക്കാണ് പറ്റുക. നമ്മൾ യൂസർ ആഡ് എന്ന് പറയുന്ന പോലെ തന്നെ ആഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എന്നിട്ട് ആ ഗ്രൂപ്പിലോട്ടായിരിക്കും പിന്നെ അടുത്ത ആഡ് യൂസർ വരിക. അതെ, അല്ല, പിന്നെ നമ്മൾ യൂസറെ ആഡ് ചെയ്യല്ല, യൂസർ മോഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് യൂസർ മോഡ് എന്ന കമാൻഡ് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് യൂസേഴ്സിനെ, ഒരു ഗ്രൂപ്പിലേക്ക് യൂസേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം യൂസറിന് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ആഡ് യൂസർ അത് തന്നെ. എന്നിട്ട് ഈ ക്രിയേറ്റ് ചെയ്ത യൂസറെ ഗ്രൂപ്പിലോട്ട് അസൈൻ ചെയ്യുന്നത് യൂസർ മോഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് വെച്ചിട്ടാണ്. നമ്മളുടെ നീഡിനനുസരിച്ചാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ ഒരു സെർവർ ഉണ്ടെന്ന് കരുതുക. ആ സെർവറിൽ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ ഫിനാൻസ് എന്ന് പറഞ്ഞ ടീമിലുള്ള എല്ലാവരുടെയും കമ്പ്യൂട്ടേഴ്സ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ അതേപോലെ ഈ പറയുന്ന കോൺസെപ്റ്റ് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അന്നൊരു സിസ്റ്റം. അതെ, നമ്മൾ അവിടെ നിന്ന് ഒരു യൂസറിനെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറണം, അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു, അഗൈൻ പുതിയ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നു, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ 3 യൂസേഴ്സാണ് അല്ലെങ്കിൽ 3 ആളുകളാണ് ഒരു ഫയലിൻ്റെ പെർമിഷൻസിന് ഉള്ളതെന്ന് പറയുന്നത്. യൂസർ ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, അതേഴ്സും ഉണ്ട്. ഇനി ഇതിൽ തന്നെ 3 ടൈപ്പ് പെർമിഷനാണ് ശരിക്കും ഒരു ഫയലിനുള്ളത്. 3 ടൈപ്പ് പെർമിഷനാണ് ഒരു ഫയലിനുള്ളത്. ആദ്യത്തെ പെർമിഷൻ എന്ന് പറയുന്ന R എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്യും, വിച്ച് ഇസ് കോൾഡ് റീഡ് പെർമിഷൻ. ഫയൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റും, വായിക്കാൻ പറ്റും. രണ്ടാമത്തെ പെർമിഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആണ്, വിച്ച് ഇസ് എഡിറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ആ ഫയലിനെ മോഡിഫൈ ചെയ്യുക. ലാസ്റ്റ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന പെർമിഷനാണ്, സ്റ്റാൻഡ്സ് ഫോർ എക്സിക്യൂട്ട്. ഇപ്പോൾ അതൊരു പ്രോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഷെൽ സ്ക്രിപ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു പൈത്തൺ ഫയൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആ ടെക്സ്റ്റ് ഫയലുകൾക്ക് ബാധകമല്ല. പക്ഷേ ഈ എക്സ് പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഈ പറയുന്ന യൂസറിനുണ്ടോ. ഒരു പ്രോഗ്രാം ഫയൽ ആണെങ്കിൽ അത് ആ പർട്ടിക്കുലർ ആൾക്കുണ്ടോ ഇല്ലയോ. അവർക്ക് നമ്മൾ റീഡ് മാത്രം കൊടുത്തു വിചാരിക്കും. ഒരു പ്രോഗ്രാം ഫയലാണ്, ഒരു പൈത്തൺ ഫയൽ. അപ്പോൾ അവർക്ക് നമ്മൾ റീഡ് R എന്നുള്ള ഒരു പെർമിഷൻ കൊടുക്കും. അപ്പോൾ അവർക്ക് ആ കോഡ് ബേസ് കാണാൻ പറ്റും. പക്ഷെ റൺ ചെയ്യാൻ പറ്റില്ല. എക്സിക്യൂട്ട് ചെയ്യാനോ അതിനകത്തെ കോഡിനെ മാറ്റാനോ അവർക്ക് പറ്റില്ല. അപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്ക് ഒബ്വിയസ്ലി ആ കോഡ് ബേസ് കാണാനുണ്ടാവില്ലേ. എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്ക് ഈ പറയുന്ന പ്രോഗ്രാം കാണാൻ പറ്റണമെന്നില്ല. കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സിക്യൂഷൻ നടന്നോളും, പക്ഷേ പ്രോഗ്രാം കാണാൻ പറ്റണമെന്നില്ല. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന ആൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എക്സ് മാത്രം കൊടുത്താൽ അത് റീഡ് ആവണമെന്നില്ല. ഇല്ല, അയാൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. റീഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പറ്റില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ റൈറ്റ് കൊടുക്കുന്ന ആൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ഗ്രൂപ്പും 3 പെർമിഷൻസും. 3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂസർ ഓർ ഓണർ, ആ ഫയൽ ക്രിയേറ്റ് ചെയ്ത ആളാണ് യൂസർ അല്ലെങ്കിൽ ഓണർ എന്ന് പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഫയൽ ക്രിയേറ്റ് ചെയ്ത ആ യൂസറുള്ള ഗ്രൂപ്പിലെ ബാക്കിയുള്ള ആൾക്കാർക്കുള്ള പെർമിഷൻ. അതേഴ്സ് എന്ന് പറയുന്നത് ഈ 2 ഗ്രൂപ്പിലും വരാത്ത ബാക്കിയുള്ള എല്ലാവരും, ഇതിനെയാണ് അതേഴ്സ് എന്ന് വിളിക്കുന്നത്. 3 സെറ്റ് ഓഫ് പെർമിഷൻസ് ഉണ്ട്. 1 റീഡ് എന്ന് പറയും, 2 റൈറ്റ് എന്ന് പറയും, 3 എക്സിക്യൂട്ട് എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന RWX എന്ന് പറയുന്ന രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. ഇനി നമുക്ക് തിരിച്ച് നമ്മളുടെ ലിനക്സിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ നമ്മൾ കണ്ട പെർമിഷൻസിനെ ഒന്ന് എടുത്ത് ഇതാണ് നമ്മൾ ഇവിടെ കണ്ട പെർമിഷൻ, റൈറ്റ്? RW-R-R-. ഇതാണ് സാധനം. ഇതിനെ നമുക്കിതിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ ഇതാണ് നമ്മളുടെ ആ പർട്ടിക്കുലർ ഫയലിൻ്റെ പെർമിഷൻ, റൈറ്റ്? മുമ്പിൽ ഒരു ഡാഷും കൊണ്ടുണ്ട്. പക്ഷേ ആ ഡാഷ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിനോട്ട് ചെയ്യുന്നത് ഡയറക്ടറി ആണോ അല്ലയോ എന്നുള്ളതാണ്. ഇത് ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ അതൊരു ഡയറക്ടറാണ്. ഡി എന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ LS-L കൊടുത്തു കഴിഞ്ഞാൽ കാണാം ഇതൊരു ഡയറക്ടറിയാണ്, ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ആദ്യം ഒരു ഡി ഉണ്ട്. ഫയലുകൾക്ക് അതൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഹൈഫൺ ആയിരിക്കും ഉണ്ടാവുക. അതൊരു ഡയറക്ടർ ആണോ അല്ലയോ എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ അത് നമുക്കിവിടെ ആവശ്യമില്ല, നമുക്ക് അതിനെ തൽക്കാലത്തേക്ക് റിമൂവ് ചെയ്തോളാം. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ 3 പെർമിഷൻസ് ഉണ്ട്. RW-1, RW-2, R-. ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ പെർമിഷൻസ് ഓഫ് ദ യൂസർ ഓർ ഓണർ. രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ദ പെർമിഷൻസ് ഓഫ് ദ ഗ്രൂപ്പ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ദ പെർമിഷൻ ഓഫ് അതേഴ്സ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, ഈ പർട്ടിക്കുലർ ഫയലിനകത്ത് യൂസർ അല്ലെങ്കിൽ ഓണർക്ക് എന്തൊക്കെ പെർമിഷൻ ഉണ്ട്? റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം. ഗ്രൂപ്പിന് റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം. അതേഴ്സിന് റീഡ് മാത്രം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പെർമിഷൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് നമ്മളൊരു പർട്ടിക്കുലർ ഫയലിൻ്റെ പെർമിഷൻസിനെ മനസ്സിലാക്കിയെടുക്കുക. ആ ഫയലിനകത്ത് ആർക്കൊക്കെ എന്തൊക്കെ പെർമിഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഈ ഒരു രീതിയിലായിരിക്കും. ഇപ്പോൾ ഈ ഓർഡർ സെയിം ആയിരിക്കുമല്ലോ, യൂസർ ഗ്രൂപ്പ് അത് സെയിം ആയിരിക്കും. അതായത് ആദ്യത്തെ 3 യൂസറിന്, രണ്ടാമത്തെ 3 ഗ്രൂപ്പിന്, അവസാനത്തെ 3 അതേഴ്സിന്. ഇനി ഇതിനകത്ത് ഈ ഡാഷ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടല്ലേ, റീഡും എക്സിക്യൂട്ടും RX എന്നുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റീഡ് ചെയ്യാനും പറ്റും, എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. എക്സ് മാത്രമുള്ളത് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രം, എക്സ് മാത്രം ഉള്ളെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ.
ഇനി ഇതിനെ ആൾട്ടർ ചെയ്യാനാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. ഇതിനെ ആൾട്ടർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ പെർമിഷൻ മാനേജ്മെന്റ്. മാറ്റി കൊടുക്കുക, പെർമിഷൻ മാറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ broccam.txt എന്ന് പറഞ്ഞ ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഫയലിനെ ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണ് പെർമിഷൻ? യൂസറിന് റീഡ് ആൻഡ് റൈറ്റും, ഗ്രൂപ്പിന് റീഡ് റൈറ്റും, അതേഴ്സിന് റീഡ് റൈറ്റ്. നമുക്കിതിനെ മാറ്റണം എന്ന് കരുതുക. അപ്പോൾ ഇതിനെ മാറ്റാനായിട്ട് നമുക്ക് ഇതിനകത്തൊരു നമ്പറിങ് സിസ്റ്റത്തെ നമ്മൾ യൂസ് ചെയ്യും. ഇതിനകത്ത് റീഡ് എന്ന് പറയുന്നതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ 4 ആണ്, റൈറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് 2 ആണ്, എക്സിക്യൂട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് 1 ആണ്. റൈറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് 4, റീഡിനെ ഡിനോട്ട് ചെയ്യുന്നത് 4, റൈറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന 2 ആൻഡ് എക്സിനെ ഡിനോട്ട് ചെയ്യുന്ന 1 അല്ലെങ്കിൽ 1 റൈറ്റ്. ഈ ഒരു 4, 2, 1 ഈ സീരീസ് ഇത് എപ്പോഴും ഇത് സ്റ്റാറ്റിക് ആണ്, ഇതിൻ്റെ മാറ്റമൊന്നും വരില്ല. ഇതിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ മാറ്റങ്ങൾ വരുത്തുക. ഈ നമ്പറിന് എന്തെങ്കിലും വരാനുള്ള എന്തൊരു റീസൺ ഉണ്ടാകും? പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല, ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ ആ ഒരു സമയത്ത് അത് കിട്ടതാണ്. അതെ, റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. പിന്നെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കാണാം. 1 + 1 2, 2 + 2 4 അങ്ങനെ പോകുന്നതായിട്ട് കാണാം, അഡീഷൻ ആയിട്ട് കാണാം. മേ ബി അങ്ങനെ ഇട്ടതായിരിക്കും ചിലപ്പോൾ. പെർമിഷൻസ് 3 റീഡ് റൈറ്റ് എക്സിക്യൂട്ട്. അതെ, റീഡ് ആൻഡ് റൈറ്റ് എക്സിക്യൂട്ട് ഉള്ളൂ. പിന്നെ നിൽ പെർമിഷൻ പറയാറുണ്ട്, അതിനെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ടെക്നിക്കലി അങ്ങ് പറയുന്നതേ ഉള്ളൂ. നിൽ ഒന്നുമില്ല, വിച്ച് ഇസ് 0. അതിന് 0 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുക. അതാരും കൺസിഡർ ചെയ്യാറുള്ള കാര്യം, 0 എന്ന വാല്യൂ അവിടെ എടുക്കാറുമില്ല, കൺസിഡർ ചെയ്യാറില്ല. എനിവേ ആ ഡാഷ് എന്ന് പറയുന്നത് നിൽ പെർമിഷനാണ്. ഈ ഡാഷ് ഇവിടെ കിടപ്പില്ലേ, ആ നിൽ പെർമിഷനാണ്. അവിടെ എക്സിക്യൂട്ട് ഇല്ല, അതുകൊണ്ട് അതിന് പകരം നിൽ അവിടെ കൊടുത്തേക്കുന്നുള്ളൂ. ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പെർമിഷൻസ് എങ്ങനെ കൊടുക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ കാൽക്കുലേഷനാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. കാൽക്കുലേഷൻ ഇതിന് യൂസ് ചെയ്യുന്ന കമാൻഡ് CHMOD എന്ന് പറഞ്ഞ കമാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴായിട്ട് എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടോ ഈ CHMOD 777 എന്നൊക്കെ കൊടുത്തിട്ട് പരിപാടി. അതിൻ്റെ ഇപ്പോൾ CHMOD IDs ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാംഗ്വേജസ് ആ സമയത്ത് ഇത് നമ്മൾ ഉപയോഗിക്കാം. ജാവാസ്ക്രിപ്റ്റ്, പൈത്തൺ, നോഡ് ഇതിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. CHMOD യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ CHMOD 777 broccam.txt എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് മാറ്റമാണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇത് കൊടുക്കുന്നതിന് മുമ്പുള്ള പെർമിഷൻ തൈ കാണുന്നതാണ് പെർമിഷൻ. ഓക്കെ, ഇത് 3 നമ്പർ 777 കൊടുത്തു. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ആദ്യം അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. then ls-l broccam.txt ഈ പെർമിഷൻസ്. ഓക്കെ, ഈ പെർമിഷനിൽ നിന്ന് മാറി ഈ പെർമിഷനിലേക്കായി. എല്ലാത്തിലും റീഡ് റൈറ്റ് എക്സിക്യൂട്ട്. നമുക്ക് അതിനൊന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ പുതിയ പെർമിഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പുതിയ പെർമിഷൻ. അതായത് യൂസറിനുള്ള പെർമിഷൻ, ഗ്രൂപ്പിനുള്ള പെർമിഷൻ, അതേഴ്സിനുള്ള പെർമിഷൻ. ആദ്യത്തേത് റീഡ് റൈറ്റ് യൂസറിനുള്ളത്, രണ്ടാമത്തേത് ഗ്രൂപ്പിനുള്ളത് മൂന്നാമത്തേത് അതേഴ്സ്. അതായത് യൂസറിന് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് കിട്ടി, ഗ്രൂപ്പിന് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് കിട്ടി, അതേഴ്സിനും റീഡ് റൈറ്റ് എക്സിക്യൂട്ട്. അതായത് 3 യൂസേഴ്സിനും 3 പെർമിഷനും കിട്ടി. എല്ലാ യൂസേഴ്സിനും എല്ലാ പെർമിഷനും കിട്ടി എന്നുള്ളതാണ്. അതായത് ഫയലിനകത്ത് എല്ലാ യൂസേഴ്സിനും എല്ലാ പെർമിഷനും ഉണ്ടെന്നുള്ളതാണ് റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ ഈ എല്ലാ പെർമിഷനും കൊടുക്കാനായിട്ട് യൂസ് ചെയ്ത കമാൻഡ് ഏതാണ്? CHMOD 777. ഈ നമ്പറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കാണാം. CHMOD 777 1 + 2 + 4 7 1 + 2 3 3 + 4 7. സോ അതാണ് ഈ ഇവിടുത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ റീഡിന് 4, റൈറ്റിന് 2, എക്സിക്യൂട്ടിന് 1, പിന്നെ 3ന്റെയും സമ്മ് 7. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആദ്യത്തെ പൊസിഷൻ യൂസറിൻ്റേത്, രണ്ടാമത്തെ പൊസിഷൻ ഗ്രൂപ്പിൻ്റേത്, മൂന്നാമത്തെ പൊസിഷൻ അതേഴ്സിൻ്റേത്. അപ്പോൾ ആദ്യത്തെ യൂസറിൻ്റേതാണ് ഈ 7 എന്ന് പറഞ്ഞത്. ആദ്യത്തെ യൂസറിന് റീഡിന് 4, റൈറ്റിന് 2, എക്സിക്യൂട്ടിന് 1. അപ്പോൾ 4 + 2 + 1 7 വന്നു. രണ്ടാമത്തെ യൂസറിന് സെയിം 4 + 2 + 1 7 വന്നു. മൂന്നാമത്തേന് 4 + 2 + 1 7 വന്നു. ആണ് 7 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാക്കുന്നത്. നമ്പർ വെറുതെ ഇട്ടല്ല. അതായത് മോസ്റ്റ്ലി നമ്മൾ എപ്പോഴും കാണുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. 4 + 2 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് റൈറ്റ്, അതിൽ വേറൊരു പെർമ്യൂട്ടേഷൻ ഇല്ല. എന്ത് കൂട്ടിയാലും 6 വരില്ല. അതേപോലെ തന്നെ ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റാം. നമുക്ക് വേണ്ട രീതിയിലേക്ക് ഈ പെർമിഷൻ ഒന്ന് മാറ്റാം. ഇപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ യൂസർ അല്ലെങ്കിൽ ഓണറിന് റീഡ് റൈറ്റ് ആണ് ഉള്ളത്. എനിക്കിതിനെ ഇങ്ങനെ മാറ്റണമെന്ന് കരുതിയൊക്കെ എനിക്കതിനെ റീഡ് -x, അതായത് റീഡും എക്സിക്യൂട്ടും മാത്രം കൊടുക്കണം. എൻ്റെ റിക്വയർമെൻ്റ് ആണ്, ഇങ്ങനെയാണ് എന്ന് കരുതുക. അടുത്തത് ഗ്രൂപ്പിന് ഇപ്പോഴും റീഡ് റൈറ്റ് ഉള്ളത്. എനിക്ക് ഈ ഗ്രൂപ്പിന് അതിനെ റീഡ് മാത്രം മതി, റൈറ്റ് വേണ്ട, റൈറ്റും എക്സിക്യൂട്ടും വേണ്ട. അതേഴ്സിന് റീഡാണുള്ളത്. ലെറ്റ്സ് നമുക്കതിന് റീഡും റൈറ്റും വേണ്ട,
എന്ത് മതി? എക്സിക്യൂട്ട്. എക്സിക്യൂട്ട് മാത്രം മതി എന്ന് കൊടുക്കാം. അപ്പോൾ എനിക്കിതിനെ ഈ രൂപത്തിൽ നിന്ന് ഈ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ഏത് നമ്പറാണ് CH മോഡിൻ്റെ കൂടെ കൊടുക്കേണ്ടത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ യൂസർ അല്ലെങ്കിൽ ഓണറിന് റീഡും എക്സിക്യൂട്ടുമാണ് കിട്ടേണ്ടത്. റീഡിൻ്റെ വാല്യൂ 4, എക്സിക്യൂട്ടിൻ്റെ വാല്യൂ 1. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കണം? 5. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ യൂസർ അല്ലെങ്കിൽ ഓണറിന് റീഡും എക്സിക്യൂട്ടും കിട്ടും. അടുത്ത് ഗ്രൂപ്പിന് എനിക്ക് റീഡ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ റീഡിൻ്റെ വാല്യൂ 4. അടുത്തത് അതേഴ്സിന് എക്സിക്യൂട്ട് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ 1. അപ്പോൾ CH മോഡ് 541 എന്താ ഫയൽ നെയിം? അപ്പോൾ നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യാം. CH മോഡ് 541 brocam.txt. ഓക്കെ, ദെൻ സോറി ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ബ്രോക്യാമിൻ്റെ പെർമിഷൻ ഇങ്ങനെ ഇപ്പോഴത്തെ പെർമിഷൻ വന്നു. CH മോഡ് 541 ശേഷമുള്ള പെർമിഷൻ ഇതാണ്. നമുക്ക് പെർമിഷൻ ഒന്ന് അനലൈസ് നോക്കാം. ഇവിടെ പെർമിഷൻ കറൻ്റ്ലി ഇങ്ങനെയാണുള്ളത്. ഫസ്റ്റ് യൂസറിൻ്റേത് R-X, രണ്ടാമത്തേത് ഗ്രൂപ്പിൻ്റേത്, മൂന്നാമത്തേത് അതേഴ്സിൻ്റേത് R-X ആണ് റൈറ്റ് വന്നത് അല്ലേ. നമുക്ക് എന്തായിരുന്നു വേണ്ടത്? R-X ആയിരുന്നു വേണ്ടത്. അതേപോലെ അടുത്തത് റീഡ് മാത്രം. നമുക്ക് എന്തായിരുന്നു വേണ്ടത്? റീഡ് മാത്രം. ലാസ്റ്റ് അതേഴ്സിന് എക്സിക്യൂട്ട് മാത്രം. നമുക്ക് എന്താണ് ഒന്ന് എക്സിക്യൂട്ട്. ശരി, ദിസ് ഇസ് ദ കോൺസെപ്റ്റ്. ഇങ്ങനെ ഇപ്പോൾ 541 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാവും. ഇനി ഇതേപോലെ നമുക്ക് പല നമ്പേഴ്സ് കൊടുത്തു നോക്കാം. പല നമ്പേഴ്സിനെ കൊടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ ഒരു നമ്പർ ഇടുകയാണ്. ലെറ്റ്സ് 316. CH മോഡ് 316 കൊടുത്താൽ എങ്ങനെയായിരിക്കും ഈ പെർമിഷൻ മാറുക? ഫസ്റ്റ് പെർമിഷൻ യൂസറിൻ്റെ ഇപ്പോൾ യൂസറിന് റൈറ്റും എക്സിക്യൂട്ടും കിട്ടും, റീഡ് കിട്ടില്ല. റൈറ്റിന് 2, എക്സിക്യൂട്ടിന് 1. അടുത്തത് പെർമിഷൻ ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ട് മാത്രം കിട്ടും. ബാക്കി രണ്ടും ഹൈഫൻ. അടുത്തത് 6 നമ്മുടെ അതേഴ്സിന് റീഡും റൈറ്റും 4+2 റൈറ്റും കിട്ടും, എക്സിക്യൂട്ടും കിട്ടില്ല. ശരി, ഇങ്ങനെയാണ് നമ്മൾ പെർമിഷൻസ് മാറ്റുന്നത്. ആ പെർമിഷൻസിൻ്റെ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്ടർ പെർമിഷൻ ഇതുപോലെ മാറ്റാൻ പറ്റുമോ? എന്തിനേയും മാറ്റാം, ഡയറക്ടറിൻ്റെ പെർമിഷൻ. പക്ഷേ ഡയറക്ടറിക്കുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡയറക്ടറി ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. നമ്മൾ ഡയറക്ടറി ഓപ്പൺ ആക്കില്ല. ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പെർമിഷൻ ആക്ടിവിറ്റിയാണ്. അപ്പോൾ നോക്കി ചെയ്യണമെന്ന് മാത്രം. ഫയൽ പോലെയല്ല ഡയറക്ടറി ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഡയറക്ടറിക്ക് എല്ലാത്തിനും എക്സിക്യൂട്ട് പെർമിഷൻ ഉണ്ട്. ഇതുണ്ടോ, നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും എക്സിക്യൂട്ട് ഉണ്ട്. എക്സിക്യൂട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ഓപ്പൺ ചെയ്യുന്ന ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നോക്കി കൊടുത്താൽ പക്ഷേ സെയിം പ്രോസസ് ഹാപ്പൻസ്. വ്യത്യാസമൊന്നുമില്ല, സെയിം രീതിയിൽ തന്നെ നമുക്ക് പെർമിഷൻ കൊടുക്കാം. റൈറ്റ് പെർമിഷനുള്ള ഒരാൾക്കല്ല അതിൻ്റെ ഫയലിൻ്റെ പെർമിഷനും മാറ്റാൻ പറ്റുക, അത് ഓണർക്ക് മാത്രമാണോ? ഓണർക്കും റൂട്ടിനും. ഓക്കെ, റൂട്ടിന് എന്തും മാറ്റാം. റൂട്ടിന് ഏതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, ഇഷ്ടമുള്ള പോലെ മാറ്റാം. ഓണർക്കും മാറ്റാം, വേറെ ആർക്കും മാറ്റാൻ പറ്റും. റൈറ്റ് തന്നെ ഫയലിൽ മോഡിഫൈ ചെയ്യാം, പെർമിഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇല്ല, പെർമിഷൻസ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് ആക്ടിവിറ്റിയാണ്. പെർമിഷൻസ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് റൂട്ട് യൂസറിനും പറ്റും, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ യൂസറിനും പറ്റും. ഈ പറയുന്ന ഫയലിൻ്റെ ഓണർ ആരാണോ അയാൾക്കും പറ്റും. ഫയലിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഫയലിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഇവിടെ യൂസറിനെ കണ്ട ശരത്ത് ജി എന്ന് പറയുന്നത് ഓണർ, ശരത്ത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ തന്നെയാണ് ഇതുള്ളത്. അങ്ങനെ ഒരു പേരിൽ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലാണ് ഈ ഫയൽ ഉള്ളത്. അതിപ്പോൾ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ ആ യൂസർ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസറെ ഗ്രൂപ്പിൽ വന്നിരിക്കും, യൂസറിൻ്റെ ഗ്രൂപ്പിലാണ് വന്നിരിക്കുക. ആരാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അയാളാണ് ഓണർ, അയാളുടെ പേരിലായിരിക്കും ഫയൽ, അയാളുടെ ഗ്രൂപ്പിലായിരിക്കും ഫയൽ. പക്ഷെ അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഗ്രൂപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രൂപ്പും മാറ്റാം, യൂസറിനെ മാറ്റാം, രണ്ടും മാറ്റാം. ഇപ്പോൾ ആര് ഓണർഷിപ്പും മാറ്റാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് CH ഓൺ എന്ന് പറയും. അതായത് ഇപ്പോൾ ലെറ്റ്സ് brocam.txt എന്ന് പറഞ്ഞ ഫയലിൻ്റെ ഓണർ ഇപ്പോൾ ആരാണ്? brocam.txt ഫയലിൻ്റെ ഓണർ ദെൻ brocam പെർമിഷൻ വേണം, സ്യൂഡോ പെർമിഷൻ, സോറി അഡ്മിൻ റൂട്ടല്ലാത്തതുകൊണ്ടാണ്. ദെൻ നമ്മൾ വീണ്ടും LSF നോക്കി കഴിഞ്ഞാൽ ശരത്ജി എന്ന യൂസറിൽ നിന്ന് എന്തിലേക്ക് മാറി? നിയാസ് എന്ന യൂസറിലേക്ക് ഓണർഷിപ്പ് മാറി. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഗ്രൂപ്പിനെയും മാറ്റാൻ പറ്റും. വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യണമെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താണിക്കോ, ഗ്രൂപ്പ് ക്രിയേറ്റ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ശരത്ത് എന്നുള്ള ഒരു യൂസറിലല്ല. അതെ, നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ്, ആഡ് ഗ്രൂപ്പ് ഒരു പേരിൽ ഇപ്പോൾ എന്ത് പേര് കൊടുക്കാം? ബ്രോക്യാമ്പ് എന്ന പേരിലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു.
സ്യൂഡോ പെർമിഷൻ വേണം. അത് എപ്പോഴും ഓർക്കേണ്ടതാണ് കേട്ടോ. ഇതുപോലത്തെ സെൻസിറ്റീവ് ആക്ടിവിറ്റി എപ്പോഴും സ്യൂഡോ നോർമൽ യൂസറിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന റൂട്ടിനെ ക്രിയേറ്റ് ചെയ്യും, റൂട്ടിന് മാത്രമേ റൂട്ടിനെ മാത്രമേ പറ്റുള്ളൂ. യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന റൂട്ടിനെ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അല്ല സ്യൂഡോ പെർമിഷൻ വെച്ചിട്ട് ആർക്കും. ഇപ്പൊ ഈ ഒരു റൂട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ ആ റൂട്ട് ക്രിയേറ്റ് ചെയ്ത കുറെ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഇതിൽ നമ്മൾ റൂട്ട് എന്ന് പറയുന്ന ഒരാൾ ബ്രോ ക്യാമ്പ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. നേരത്തെ ഒരു യൂസറാണ്, 2 യൂസേഴ്സ് അല്ല, ശരത്തും നിയാസും. ഇപ്പൊ ഈ ശരത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലും നിയാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലും ഈ ഗ്രൂപ്പിലോട്ടായിരിക്കും പോവുക. അത് നമ്മൾ മാനുവലി ഇത് ഗ്രൂപ്പിലാണോ നമ്മൾ രണ്ടുപേരും പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയും. ഓരോ യൂസേഴ്സിന് ഒരു പ്രൈമറി ഗ്രൂപ്പ് ഉണ്ടോ, സെക്കൻഡറി ഗ്രൂപ്പ് വേണമെങ്കിൽ ഉണ്ടാവും. പ്രൈമറി ഗ്രൂപ്പ് എന്തായാലും ഉണ്ടാവും. ഈ പ്രൈമറി ഗ്രൂപ്പ് ഏതാണോ ആ ഗ്രൂപ്പിലാണ് ആ ഫയൽ വന്ന് കിടക്കുക. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ശരത്ജി എന്ന് പറഞ്ഞ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ശരത്ജിന്റെ പേരിലൊരു ഗ്രൂപ്പും കൂടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നിയാസ് എന്ന് പറഞ്ഞ യൂസറിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ നിയാസിന്റെ പേരിൽ തന്നെ ഒരു നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ്. അതാണ് പ്രൈമറി ഗ്രൂപ്പ്. അത് വേണമെങ്കിൽ മാറ്റാം. അത് മാറ്റിയിട്ട് എനിക്ക് വേണം വേറൊരു ഗ്രൂപ്പ് പ്രൈമറി ആക്കി കൊടുക്കാം. ക്രിയേറ്റ് ചെയ്യുന്ന ബ്രോ ക്യാമ്പ് പ്രൈമറി ആക്കാം. പ്രൈമറി ആക്കണമെങ്കിൽ ആക്കാം. ദാറ്റ്സ് ഓൾസോ പോസിബിൾ. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. അതാണ് ലിനക്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ്. കാര്യം നമുക്ക് എങ്ങനെയാണോ ഇത് വേണ്ടത് അങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിസ്റ്റത്തെ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാനുള്ള ഒരു വേഴ്സിറ്റാലിറ്റി ഈ പറയുന്ന ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇത് ചെയ്യാനുള്ള പെർമിഷൻ, എന്തും ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത് റൂട്ടിന് മാത്രമാണ്. അതായത് റൂട്ടിന് ആ സിസ്റ്റത്തെ എങ്ങനെ വേണമെങ്കിലും മാറ്റാം. പക്ഷെ ഒരു നോർമൽ യൂസറിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നോർമൽ യൂസറിന് ഈ റൂട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റില്ല, അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല.